വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. കമ്പനി ബോർഡ് LGSന് നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിക്കാണ്ട് എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ വസ്തുതകളുമാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ക്ലാസ്സിലേക്ക് അപ്പൊ അതില് കുറച്ച് കേരളത്തിന്റെ രാഷ്ട്രീയ ഭാഗങ്ങൾ ഉണ്ടാവും, സാംസ്കാരികവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ടാവും, റിനൈസൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ടാവും, ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ടാവും. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോ ഫസ്റ്റ് ചോദ്യം ഇതാണ്: തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വനിത ആരാണ്? എന്താണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്? അപ്പൊ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റ് ആരാന്നാ ചോദിക്കണേ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വനിത ആരാണ് എന്ന് ചോദിച്ച അക്കാമ ചെറിയാനാണ് പറയാ. അപ്പൊ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റ് പദവിയിലിരുന്ന ആദ്യ വനിതയുടെ പേരാ നമുക്ക് പഠിക്കണ്ടേ. ആദ്യ വനിത ആരാണ്? ആദ്യ വനിത? അക്കാമ ചെറിയാനാണ്. അവരുടെ പേര് അക്കാമ ചെറിയാൻ എന്നാണ്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് പയ്യന്നൂര് രണ്ടാം ബർദോളി എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലമാണ് പയ്യന്നൂര്. ആ പയ്യന്നൂരില് 4ാമത്തെ അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടന്നു. അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടന്നു. അഖില കേരള രാഷ്ട്രീയ സമ്മേളനം എവിടെ നടന്നു എന്നാ പറയണേ? പയ്യന്നൂര്. അതിന്റെ അധ്യക്ഷ പദവിയിൽ ഉണ്ടായിരുന്നിട്ടുള്ള ആള് ആരാണ്? നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ്. ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇപ്പൊ പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള എന്താ പറയാ രാഷ്ട്രീയ സമ്മേളനത്തിന് എന്താ പറയുന്നത് അധ്യക്ഷത വഹിച്ച വ്യക്തിയാണ് ആര് എന്ന് പറയുന്നത്? ജവഹർലാൽ നെഹ്റു. അടുത്തത് കേരളത്തിലെ വിവേകാനന്ദൻ ആര് എന്നാ ചോദ്യം. കേരളത്തിലെ വിവേകാനന്ദൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തി ആഗമാനന്ദ സ്വാമിയാണ്. ആരാണ്? ആഗമാനന്ദ സ്വാമിയെ അല്ലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ റിനൈസൻസ് ലീഡർ ആണ് ആഗമാനന്ദൻ. അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്നത് കേരളത്തിലെ വിവേകാനന്ദൻ എന്നാണ്. 1114 കഥ എന്ന കൃതി ആര് രചിച്ചു? ആരാണ്? അക്കാമ ചെറിയാന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് 1114 കഥ. 1114 കഥ. ഇനി 1909 നമ്മുടെ അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നു. അപ്പൊ അയ്യങ്കാളി കേരളത്തിലെ ആദ്യ കർഷക സമരം സംഘടിപ്പിച്ച വർഷം ഏതാണ്? 1909 കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം അദ്ദേഹം എവിടെയാണ് സംഘടിപ്പിച്ചത് എന്നാ ചോദിക്കുന്നത്? വെങ്ങാനൂര്. എവിടെ സംഘടിപ്പിക്കുന്നു? വെങ്ങാനൂര്. 1909 കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം അയ്യങ്കാളി സംഘടിപ്പിച്ചത് എവിടെയാണ്? വെങ്ങാനൂരാണ്. ഇനി 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ ആരാണ്? വൈകുണ്ഠസ്വാമി. ഇതൊക്കെ ചോദ്യങ്ങളാ പരീക്ഷയ്ക്ക് ചോദിക്കണേ. നോക്കൂ എന്താ ചോദ്യം. 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമി. അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യമാണ്. അതായത് എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യം ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? അപ്പൊ ഏത് ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ച് അമർത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയണം തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യം വന്നിട്ടാണ് ആറ്റിങ്ങൽ കലാപം എന്ത് ചെയ്തത്? അടിച്ചമർത്തിയത്.
നടത്തിയത്. ഇനി പഴശ്ശി കലാപം 1, 2, 3 പഴശ്ശി വിപ്ലവങ്ങൾ, 1-ാം പഴശ്ശി വിപ്ലവം, 2-ാം പഴശ്ശി വിപ്ലവം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു അല്ലെ. ആ 1-ാം പഴശ്ശി വിപ്ലവം അവസാനിച്ചത് എന്നാണ്? 1797 1-ാം പഴശ്ശി വിപ്ലവം അവസാനിച്ച വർഷം 1797. ഇനി അടുത്തത് ഏത് വിപ്ലവത്തിനാണ് പുരളിമല സാക്ഷ്യം വഹിച്ചത്? ഏത് വിപ്ലവത്തിനാണ് പുരളിമല സാക്ഷ്യം വഹിച്ചത്? ഏതാ വിപ്ലവം? പഴശ്ശി വിപ്ലവത്തിനാണ്. ഏതിനാണ്? പഴശ്ശി വിപ്ലവത്തിനാണ്. ഇനി ഉപ്പ് സത്യാഗ്രഹത്തിന് പങ്കെടുത്തതിനെ തുടർന്ന് AK ഗോപാലൻ AKGയെ അറസ്റ്റ് ചെയ്യാണ്. ഉപ്പ് സത്യാഗ്രഹത്തിന് പങ്കെടുത്തതിനെ തുടർന്ന് ആരെ അറസ്റ്റ് ചെയ്തു? നമ്മുടെ AK ഗോപാലനെ അറസ്റ്റ് ചെയ്തു. എന്നാണ് ആ വർഷം? 1930. 1930 ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതിന് അല്ലെങ്കിൽ പങ്കെടുത്തതിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു AKG അല്ലെ. ഇനി അടുത്തത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എന്താണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെ. ആ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല ഏതാണ്? വേണാടിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട പണ്ടകശാലയാണ് അഞ്ചുതെങ്ങ്. ഏതാണ്? അഞ്ചുതെങ്ങ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന പ്രധാന പണ്ടകശാല ഏതാണ്? അഞ്ചുതെങ്ങാണ്. ഇനി അടുത്തത് വേലുത്തമ്പി ദളവ, എല്ലാവർക്കും അറിയുന്നതാണ്. തിരുവിതാംകൂർ അല്ലെ ദിവാനായിരുന്ന വേലുത്തമ്പി ദളവ. ഈ വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയത് ഏത് ബ്രിട്ടീഷ് സൈന്യാധിപനാണ്? കേണൽ ലീഗറാണ്. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് ആര്? കേണൽ ലീഗർ. അടുത്ത ചോദ്യം നമ്മുടെ കാലടിയില്, എവിടെയാണ്? കാലടിയില് ആരാണ് രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത്? കാലടിയിൽ അദ്വൈതാശ്രമത്തിന്റെ പേര് രാമകൃഷ്ണ അദ്വൈതാശ്രമം എന്നാണ്. അപ്പൊ കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമിയാണ്. ആരാണ്? ആഗമാനന്ദ സ്വാമി. അപ്പൊ ആഗമാനന്ദ സ്വാമിയാണ് കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിക്കുന്നത്. അടുത്തത് ചോദ്യം, അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് ആര് വിളിച്ചു? അപ്പൊ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണിയാണ് ആര്? അക്കാമ ചെറിയാൻ. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണിയാണ് അക്കാമ ചെറിയാൻ. അങ്ങനെ അക്കാമ ചെറിയാനെ വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. ആരാണ്? നമ്മുടെ മഹാത്മാഗാന്ധിയാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്. അടുത്തത് ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ ആരാണ്? ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിച്ചത്? ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിച്ചത് AK ഗോപാലനാണ്. AKG ആണ് ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ ആരാണ്? AKG ആണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആദ്യ കർഷക സമരം സംഘടിപ്പിച്ചത് ആരാണ്? കേരളത്തിലെ പ്രശ്നങ്ങൾ എന്ത് പ്രശ്നങ്ങളാണ്? സാമൂഹിക പ്രശ്നങ്ങളും അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ ഉന്നയിച്ചുകൊണ്ട്, കേരളത്തിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് ഉന്നയിച്ചുകൊണ്ട് കേരളത്തിൽ ആദ്യമായി ഒരു കർഷക സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? നേരത്തെ നമ്മൾ പറയണ്ടായി വെങ്ങാനൂരില് ആദ്യത്തെ കർഷക തൊഴിലാളി സമരം നടത്തിയെന്ന്. ആരാണ്? അയ്യങ്കാളി. അത് തന്നെയാണ്. അപ്പൊ ഇവിടെയും ചോദിച്ച ചോദ്യം കേട്ടോ, പല രീതിയിൽ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ കേരളത്തിലെ സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ആദ്യ കർഷക സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആര്? അയ്യങ്കാളി എന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തത് ദേശസേവികാ സംഘം, ഒരു സംഘടനയുടെ പേരാണ് ദേശസേവികാ സംഘം. അങ്ങനെ ദേശസേവികാ സംഘം സ്ഥാപിച്ച വ്യക്തി ആരാണ്? അക്കാമ ചെറിയാനാണ്. അപ്പൊ ദേശസേവികാ സംഘം ആരംഭിച്ചത് ആരാണ്? അക്കാമ ചെറിയാൻ. ദേശസേവികാ സംഘം ആരംഭിച്ചത് അക്കാമ ചെറിയാൻ. അടുത്തത്
തുവയൽ പന്തികൾ. അടുത്തത് തുവയൽ പന്തികൾ. തുവയൽ പന്തികൾ എന്നറിയപ്പെട്ട തുവയൽ പന്തികൾ എന്നറിയപ്പെട്ട കൂട്ടായ്മ സംഘടിപ്പിച്ചത് ആരാണ്? തുവയൽ പന്തികൾ എന്നറിയപ്പെട്ട കൂട്ടായ്മ സംഘടിപ്പിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. അപ്പൊ വൈകുണ്ഠ സ്വാമികളാണ് തുവയൽ പന്തികൾ എന്ന കൂട്ടായ്മ സംഘടിപ്പിച്ചത്. അപ്പൊ തുവയൽ പന്തികൾ എന്ന കൂട്ടായ്മ സംഘടിപ്പിച്ച വ്യക്തി ആരാണ്? വൈകുണ്ഠ സ്വാമിയാണ്. ആരാണ്? വൈകുണ്ഠ സ്വാമി. അടുത്ത ചോദ്യം, ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ, ബ്രിട്ടീഷുകാരുടെ എന്ത് വ്യവസ്ഥ? ബ്രിട്ടീഷുകാരെ നമ്മുടെ ഇവിടെ കേരളത്തിൽ നടപ്പിൽ വരുത്തിയ നികുതി സമ്പ്രദായത്തെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ ആരാണ്? ചോദ്യം കേട്ടു നിങ്ങള്. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ആരൊക്കെയാണ്? കുറിച്യറും കുറുമ്പരുമാണ്. അപ്പൊ കുറിച്യർ കുറുമ്പർ വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്തിന് പങ്കെടുത്തത്? കലാപത്തിൽ പങ്കെടുത്തത്. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരത്തിന്റെ പേരെന്താണ്? അതായത് സർക്കാർ ജോലികളില് തിരുവിതാംകൂറിലുള്ള അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആൾക്കാർക്ക് പ്രാതിനിധ്യം കൊടുക്കണം എന്ന് പറഞ്ഞ് തിരുവിതാംകൂറിൽ നടന്ന സമരത്തിന് വിളിക്കുന്ന പേര് എന്താണ്? അല്ലെങ്കിൽ ആ സംഭവത്തിന് വിളിക്കുന്ന പേര് എന്താണ്? എന്താണ്? മലയാളി മെമ്മോറിയൽ എന്നാണ്. എന്താണ് അതിന്റെ പേര്? മലയാളി മെമ്മോറിയൽ. അപ്പൊ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറിലെ അഭ്യസ്ത വിദ്യരായിട്ടുള്ള ജനങ്ങളെ എല്ലാം പരിഗണിക്കണം എന്ന് പറഞ്ഞ് ഒരു മെമ്മോറിയൽ സമർപ്പിക്കുകയാണ്. നമ്മൾ അതൊക്കെ പഠിച്ചിട്ടുണ്ട്. അതാണ് മലയാളി മെമ്മോറിയൽ. ഇനി അടുത്ത ചോദ്യം നോക്കൂ. അയ്യങ്കാളി എന്ന ജനിച്ചേ എന്നാ ചോദിച്ചേക്കണേ. അയ്യങ്കാളിയുടെ ജനന ദിവസം 1863 ഓഗസ്റ്റ് മാസം 28. കണ്ടു? അപ്പൊ വർഷം മാസം ദിവസം ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 1863 ഓഗസ്റ്റ് 28 ആര് ജനിക്കുകയാണ്? നമ്മുടെ അയ്യങ്കാളി ജനിക്കുകയാണ്. അടുത്ത ചോദ്യം ഇതാണ്, സമപന്തിഭോജനം. സമപന്തിഭോജനം. സമപന്തിഭോജനം ആരാ സംഘടിപ്പിച്ചേന്നാ ചോദിക്കണേ? വൈകുണ്ഠ സ്വാമി. സമപന്തിഭോജനം ആരാ സംഘടിപ്പിച്ചേ? വൈകുണ്ഠ സ്വാമിയാണ്. സമപന്തിഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമിയാണ്. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞേ? തുവയൽ പന്തികൾ എന്ന് പറയുന്ന കൂട്ടായ്മ സംഘടിപ്പിച്ചതും ആരാണ്? വൈകുണ്ഠ സ്വാമിയാണ് എന്ന് പറഞ്ഞു. അടുത്ത ചോദ്യം, 1980 അയ്യങ്കാളിയുടെ പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്തതാരാണ്? 1980 അയ്യങ്കാളിയുടെ പ്രതിമ. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. 1980 അയ്യങ്കാളിയുടെ പ്രതിമ എവിടെ അനാച്ഛാദനം ചെയ്തു? വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്തു. ആ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്തത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ആരാണ്? ഇന്ദിരാഗാന്ധി. അടുത്ത ഒരു പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ നോക്കിയേ മക്കളെ. ആഗമാനന്ദ സ്വാമി എന്നാണ് അന്തരിച്ചത് എന്നാണ്. 1961. ആഗമാനന്ദ സ്വാമി അന്തരിച്ച വർഷം 1961. അടുത്ത ചോദ്യം AD 1741 മാർത്താണ്ഡവർമ്മ. AD 1741 മാർത്താണ്ഡവർമ്മ കുളച്ചൽ യുദ്ധത്തിൽ ആരെ തോൽപ്പിച്ചു? കുളച്ചൽ യുദ്ധത്തിൽ ആരെ തോൽപ്പിച്ചു? ഡച്ചുകാരെ. അപ്പൊ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ തോൽപ്പിച്ച യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. നടന്ന വർഷം AD 1741. ഒരു 20 ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അടുത്ത ചോദ്യം. കേരള സിംഹം എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ആരാ കേരള സിംഹം? പഴശ്ശിരാജയാണ്. കേരള സിംഹം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? പഴശ്ശിരാജയാണ്. ഇനി അടുത്തത്, തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം തുടങ്ങിയ ദിവാൻ ആരാണ്? തിരുവിതാംകൂറിൽ
എന്താണ് അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം ആര് കൊണ്ടുവന്നു? അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം കൊണ്ടുവന്നത് ആരാണ്? സർ സി പി രാമസ്വാമി അയ്യറാണ്. ആരാണ്? സി പി രാമസ്വാമി അയ്യറാണ് തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ കൊണ്ടുവന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അമേരിക്കൻ മോഡൽ തിരുവിതാംകൂറിൽ കൊണ്ടുവന്നത് ആരാണ്? സി പി രാമസ്വാമി അയ്യർ. അടുത്ത ചോദ്യം, പഴശ്ശി രാജ എന്ന് പറയുന്ന സിനിമ ഉണ്ടല്ലോ, ആ സിനിമയ്ക്ക് ശബ്ദമിശ്രണം നൽകിയ വ്യക്തി ആര് എന്നാണ് ചോദ്യം. റസൂൽ പൂക്കുട്ടിയാണ്. റസൂൽ പൂക്കുട്ടി പഴശ്ശി രാജ എന്ന സിനിമയ്ക്ക് ശബ്ദമിശ്രണം നൽകി. ആര് നൽകി? റസൂൽ പൂക്കുട്ടിയാണ്. ഇനി അടുത്തത്, പഴശ്ശിയുടെ സ്മാരകം എവിടെയാ സ്ഥിതി ചെയ്യണേ എന്ന് ചോദിച്ചിട്ടുണ്ട്. പഴശ്ശി സ്മാരകം മാനന്തവാടിയിലാണ്. എവിടെയാണ്? മാനന്തവാടിയിലാണ് പഴശ്ശി സംഭവം. ക്ലിയർ ആയില്ലേ? അടുത്ത ചോദ്യം, കേരളത്തിൽ കുറിച്യർ ലഹള നടന്ന വർഷം എന്നാണ്? കുറിച്യർ ലഹള നടന്നത് 1812 കേരളത്തിൽ കുറിച്യർ ലഹള നടന്ന വർഷം 1812 ക്ലിയർ ആയില്ലേ? അടുത്തത്, മലബാർ ലഹളയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നടന്ന ദുരന്തത്തിന്റെ പൂർണ്ണമായ സംഭവം ഏതാണ്? മലബാർ ലഹളയോടനുബന്ധിച്ച് നടന്ന ദുരന്തപൂർണമായിട്ടുള്ള സംഭവം ഏതാണ്? ദുരന്തപൂർണമായിട്ടുള്ള സംഭവം വാഗൺ ട്രാജഡിയാണ്. ഏതാണ്? വാഗൺ ട്രാജഡിയാണ്. വാഗൺ ട്രാജഡി. അപ്പോ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് പഠിക്കുന്നത്. അടുത്ത ദിവസം മറ്റു ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് വീണ്ടും ബാക്കി പഠിക്കാം. അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇത്. പലതും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും വീണ്ടും നിങ്ങൾക്ക് റിവിഷൻ നടക്കണേക്കാൾ മുന്നേ ഇതൊരു ഓർമ്മയായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും ഇത്തരം ചോദ്യങ്ങൾ വീണ്ടും ഇടുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും പഠിച്ച് നല്ല ഭംഗിയായിട്ട് വായിച്ച് എഴുതി പഠിച്ചൊക്കെ റെഡി ആയിട്ട് ഇരിക്കാൻ. നമുക്ക് SCRTയും ക്വസ്റ്റ്യൻ പേപ്പറും റിവിഷനൊക്കെ ചെയ്യേണ്ട സമയമായി അല്ലെ? അത്ര അധികം ദിവസം ഇല്ല നമ്മുടെ മുന്നിൽ ബാക്കി ട്ടോ.